ഹായ് കൂട്ടുകാരെ, വരാൻ പോകുന്ന HS ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പലരും ഈ പരീക്ഷകൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കുറേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കുറേ വർഷമായിട്ട് ഇതിനെ പുറകെ ഇരുന്നിട്ടും കിട്ടാത്തവർ, അപ്പോൾ അവരെന്തോ തങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ധരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ തുടക്കക്കാരായുള്ള ആൾക്കാർ ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് റാങ്ക് കിട്ടുക. നിങ്ങൾക്കറിയാം, റാങ്ക് കിട്ടിയാൽ മാത്രം പോരാ, ആദ്യ റാങ്ക് വരെ കിട്ടിയാലേ നമുക്ക് HSCയിൽ ജോലി കിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം മികച്ചതാവണം. അങ്ങനെ പഠനം മികച്ചതാവണമെങ്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് വേണം. നമ്മുടെ പ്രിയപ്പെട്ട മീര മിസ്സാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം മിസ് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ നമ്മുടെ എൻട്രിയുടെ HSC ഇംഗ്ലീഷ് കോഴ്സ് നയിച്ചിരുന്നത് മീര മിസ്സായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് നിരവധി ആദ്യ റാങ്കുകൾ ഉണ്ടായിരുന്നു. പലരും ഇന്ന് സർവീസിൽ കയറിയുണ്ടായി. അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടീച്ചറോട് ചോദിക്കാൻ പോകുന്നത്, ടീച്ചറിന് ഇത്ര നാളുള്ള ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. HSC നിരവധി വിദ്യാർത്ഥികളെ സർവീസിൽ എത്തിച്ച ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം. മിക്കവരും ഈ പറയുന്ന വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് നോക്കുന്നവരായിരിക്കും. അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം മീര മിസ്സേ, ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വിലപ്പെട്ട ഒരു സെഷനായി മാറണം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ വന്നത് തന്നെ നമ്മുടെ HSC ഇംഗ്ലീഷിന്റെ നമ്മൾ കോഴ്സ് രണ്ടാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ബാച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. ജൂൺ 20 വരെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, ടീച്ചറെ, വരാൻ പോകുന്ന HSC 2025 നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇനിയും സമയം കിടപ്പുണ്ട്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ? അതെ, അതായത് ഈ HSC ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സാറേ 2015 ഓൺവേർഡ്സ് ഒരു സിലബസ് നമ്മളുടെ പഴയ സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ 2015 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർ തന്നെയാണ് 2022 വേണ്ടിയിട്ട് സെയിം സിലബസ് പ്രിപ്പയർ ചെയ്തത്. ഇനിയിപ്പോൾ 25 വേണ്ടിയിട്ടും സിലബസ് മാറിയില്ലെങ്കിൽ അത് ആ ഒരു സിലബസ് അവർക്ക് നന്നായിട്ട് സെറ്റാണ് അവർ. കൂടാതെ നമ്മളുടെ ഈ കോച്ചിങ്ങും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ അവർ തറവായിട്ട് ആ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രഷേഴ്സിന് ഇതെന്ന് പറയുന്ന അവർക്ക് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡിഗ്രിയും BEdും ആണല്ലോ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിഗ്രിയിൽ ഇത്രയും ഈ ലിറ്ററേച്ചർ പോർഷൻസ് ഒന്നും നമ്മൾ തറവായിട്ട് പഠിക്കുന്നില്ല. ശരിക്കും MA ഒക്കെ എടുത്തവർക്കാണ് അത് കൂടുതൽ ആധികാരികമായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ക്ലാസ് റൂം പോലെ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ ഈ ഡിഗ്രി പഠിച്ചവർക്കാണെങ്കിൽ അവരിലോട്ട് വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു കോളേജ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഈ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ മിസ്റ്റേക്സും ഒക്കെ തിരുത്തി ഒരു നല്ല രീതിയിൽ പുതിയ രീതിയിൽ തന്നെ പഠനം തുടങ്ങാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ ഈ നേരത്തെ ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ചോദ്യം, ഇപ്പോഴേ നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചുള്ള അതിനൊരു പ്രസക്തി എന്താണ്? കാരണം അത്രത്തോളം വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ടോ സിലബസിൽ? അതെ സർ, വാസ്റ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ലിറ്ററേച്ചർ ആയിട്ടുള്ള, അപ്പോൾ എല്ലാവർക്കും ഈ ലിറ്ററേച്ചർ ടോപ്പിക്സ് പൊതുവേ ഇംഗ്ലീഷിലെ സ്റ്റുഡൻസിന് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഈ ക്രിറ്റിസിസം ഭാഗത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇതായിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ സബ്ജക്ട് എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ, നമ്മൾ ഗ്രാമർ എല്ലാവർക്കും അറിയും. ഇപ്പോൾ PSC പഠിക്കുന്ന എല്ലാവർക്കും ഗ്രാമർ അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ അതിന് നമുക്ക് പ്രത്യേക ഒരു ഗൈഡൻസും നമ്മൾ തന്നെ നന്നായിട്ടൊരു പ്രാക്ടീസും അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സസ് ആണെങ്കിലും നമ്മളുടെ ഈ കോഴ്സിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളുടെ ടീച്ചിങ് മെത്തഡോളജി, അതുപോലെ ഫോണറ്റിക്സ് ആണെങ്കിലും ലിംഗ്വിസ്റ്റിക്സ്, അതിനൊക്കെ പ്രത്യേക ഒരു കോച്ചിങ് തന്നെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ GK പാർട്ടാണെങ്കിലും സൈക്കോളജിയൊക്കെ വരുന്നത്, ടീച്ചിങ് മെത്തഡോളജി ഒക്കെ വരുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതെ, അപ്പോൾ നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്ര മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും? ഇപ്പോൾ നമ്മളിപ്പോൾ 2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 25 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 24 ജൂൺ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ മുതലേ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെയിലി ഒരു 5 hours 4 hours സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ വീട്ടമ്മമാർക്കും പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 hours എങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിസൾട്ടിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും.
ടീച്ചർ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു ജോലി ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കാണുന്നവരാണെങ്കിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന മിക്ക ആൾക്കാരും ഒന്നെങ്കിൽ മറ്റു പ്രൈവറ്റ് സ്കൂളുകളിലോ ഒക്കെ അല്ലെങ്കിൽ മറ്റു ഗസ്റ്റ് ആയിട്ടൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ തന്നെ വീട്ടമ്മമാരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പക്ഷേ 5 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പൊ എന്നോട് പല ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പൊതുവെ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി 1 മണിക്കൂറോ അരമണിക്കൂറോ പഠിച്ചാലും 2 മണിക്കൂർ പഠിച്ചാലും അത് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾ പഠിക്കുക. പക്ഷെ ആ പഠിക്കുന്ന പ്രോസസ്സ് അത് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള അതായത് കൺസിസ്റ്റൻസി എന്നൊരു വാക്കുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇന്ന് പഠിച്ചാൽ നാളെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പഠിക്കുന്ന 1 മണിക്കൂർ സമയമാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങളുടെ മനസാന്നിധ്യം അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പിന്നീട് ഞാൻ ഒരാഴ്ച പലരും ഇപ്പൊ പറയാറുണ്ട് ടീച്ചറെ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ പല സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടൊന്നും ശ്രദ്ധ പോകും, പിന്നെ ശ്രദ്ധ പോകും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മളവിടെ മനസ്സില്ല. അങ്ങനെ മനസ്സിലാതെ പഠിച്ചതിന് ശേഷം 1 മാസം കഴിയുമ്പോൾ ഞാൻ പഠിച്ചതിന്റെ തലയിലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നെഗറ്റീവ് ആവും. എനിക്ക് ഇത്രയും പ്രായം ആയതുകൊണ്ടാണോ, എനിക്ക് മറവിയാണല്ലോ, അപ്പൊ ഞാൻ അതുപോലെ ഞാൻ കുറച്ചുകൂടെ എന്നെക്കാളും പ്രായം കുറഞ്ഞുകൂടെ മത്സരിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകള്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, അവരുടെ പഠന സമയത്ത് അവരുടെ മനസാന്നിധ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായം ഇതാണ്, നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും മണിക്കൂർ മാറ്റി വെക്കാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ടീച്ചർ പറഞ്ഞത് ആദ്യ റാങ്കിൽ എത്താനുള്ള കാര്യം വെച്ചാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കത്തിൽ ഒരു മടി വരാത്ത രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് കൊടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് ഒരു കൺസിസ്റ്റൻസി പഠനത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു മടിയും വരില്ല, നിങ്ങൾക്കൊരു ഉറക്കവും വരില്ല, നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ടീച്ചർ, അപ്പോൾ പറഞ്ഞ കാര്യം ഓക്കെ, നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ ആരാണെങ്കിലും ഈ പറയുന്നത് പോലെ പഠിച്ചു പോകാനായിട്ട് കഴിയും. ഇനി ഒരു തുടക്കക്കാരനാണെങ്കിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പം കുറെ നാളായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് സിലബസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഓക്കെ അവർക്ക് മാറ്റേണ്ടി വരും. പക്ഷെ ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ അവരത് ഫോളോ ചെയ്ത് വരുന്നവരാണ്. പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ അതിന് പ്രസക്തി ഉണ്ടോ? അതായത് ഈ കുട്ടികൾ ആദ്യമായിട്ട് ഒന്ന് തുടങ്ങുന്നതുകൊണ്ട് വല്ല പ്രസക്തി ഉണ്ടോ? അതായത് മറ്റവരാണ് മുൻതൂക്കം എന്നുള്ളൊരു പ്രസക്തി അങ്ങനെ വല്ല ചോദ്യം വല്ലതും ഉണ്ടോ? അതെ, അതിന് അങ്ങനെ ഒരു ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ബിഗിനർ ആണെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഒരേപോലെ തന്നെയാണ് ഇനി ഈ അടുത്തൊരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു PYQ നമ്മളുടെ ഈ 2022 എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം വളരെ സർഫേസ് ലെവലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ്, വരികളുടെ എണ്ണം എത്ര, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പഠിച്ച് കൂടുതൽ ഡെപ്തിൽ പഠിക്കുന്നവർ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യില്ല, അവർക്ക് അതറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബിഗിനർ ഒന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ ഇപ്പോൾ ആപ്പിലാണെങ്കിൽ നമ്മൾ ആദ്യം PYQ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പാറ്റേണിൽ ചോദ്യം ചോദിക്കും, ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിലോട്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിയിലോട്ട് തന്നെ നമ്മളുടെ ക്ലാസ് സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിലുള്ളവർക്കും ബിഗിനർ ലെവലിലുള്ളവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു കോഴ്സാണ് നമുക്കുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പം എന്താ പറയുക, സിലബസിൽ ടീച്ചർ ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്, കുറെ നാളായിട്ട് ടീച്ചർ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ നിലയ്ക്ക് ടീച്ചറുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആവർത്തനം ചോദ്യങ്ങൾ കാണുന്നുണ്ടോ? അതായത് 2000 മുമ്പത്തെ വർഷത്തേനേക്കാൾ അതിന് മുമ്പ് ചോദിച്ചത് ഇതിങ്ങനെ ഒരു ആവർത്തനം ചോദ്യങ്ങൾ കാണുന്നു? അതെ ഉണ്ടായിരുന്നു സാർ. കാരണം ഒരു പാറ്റേൺ, അതായത് ഇപ്പോൾ ഈ ഡേറ്റും ഇയറും പബ്ലിക്കേഷൻ ഇയറൊക്കെ ചോദിക്കുന്നത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ലിറ്റററി കമന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ആവർത്തിച്ച്, വർക്ക് വേറെ ആയിരിക്കും പക്ഷെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു സംശയമുണ്ട്. അതിപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഡിഗ്രിയിലെ നിലവാരത്തിലുള്ള പരീക്ഷകളിലൊക്കെ തന്നെ PSC സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട്. ആ നിലയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് മാതൃകയിലേക്ക് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ടോ, വരാൻ സാധ്യതയുണ്ടോ? അതെ, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ചോദ്യങ്ങൾ, അതായത് ക്രിറ്റിസിസം ഏരിയയിൽ നിന്ന് ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു അതുപോലത്തെ ഒരു ചോദ്യം, പിന്നെ പോസ്റ്റ് മോഡേണിസം എന്തോ ബേസ് ചെയ്തിട്ട് അത് നമ്മൾ അതെന്താണെന്ന് പഠിച്ചാൽ മാത്രമായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുക. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയാണെന്ന് പറയണം. പഠിച്ചു പോകണം. അതെ, ഒരു 10 ചോദ്യങ്ങളെങ്കിലും നമ്മൾക്ക് ഡെപ്ത് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ, പൊതുവേ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഒരു ഏകദേശം എത്ര മാർക്കാണ് കട്ട് ഓഫിലേക്ക് വരാറുള്ളത്? സാധാരണഗതിയിൽ എത്രയായിരിക്കും കട്ട് ഓഫ്? ഒരു 75-80 റേഞ്ചിൽ തന്നെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം സാർ. കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. കാരണം സിലബസ് പഴയതാണ്, അതുകൊണ്ട് തന്നെ ആ സ്കോർ നന്നായിട്ട് ഹൈ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് ചെറിയൊരു പഠനം പോരാ, അതിലെ ഏറ്റവും വലിയൊരു ഘടകം ഈ GK
GK. പൊതുവെ എല്ലാവരും ഈ 80 മാർക്സിന്റെ ലിറ്ററേച്ചർ പാർട്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കും, എന്നിട്ട് GK മെത്തഡോളജി വിട്ടുകള 20 മാർക്കാണ്. അത് റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് തന്നെ പറയണം. കാരണം അവിടെയാണ് ലാസ്റ്റ് പഠിക്കുമ്പോൾ ഒന്നും ഇവർക്ക് ഇതായിട്ട് അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ഇവര് കുട്ടികൾ വിചാരിക്കുന്നത്, ടീച്ചേഴ്സ് വിചാരിക്കുന്നത് മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ ഏരിയ ആണ്, സബ്ജക്റ്റ് ആണ്. മറ്റേന്ന് പറയുമ്പോൾ വാസ്റ്റായിട്ട് GK എന്ന് പറയുന്ന ഒരു കടല് പോലെ കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും, എനിക്ക് തോന്നുന്നത് HSC പഠിക്കുന്നവരാണെങ്കിലും HST പഠിക്കുന്ന എല്ലാവരും LDC ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇതൊക്കെ പരീക്ഷ നല്ല പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അപ്പൊ ആ ഏരിയയുടെ വിട്ടുകളയാതെ നോക്കുക, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ മോക്ക് എക്സാമുള്ള ഒരു പ്രാധാന്യം എന്താ? മോക്ക് എക്സാമിന്റെ പ്രാധാന്യം കാരണം നമ്മൾ നെഗറ്റീവ് മാക്സിമം വരുത്താതെ നോക്കുക. കാരണം നമുക്കൊരു ചെറിയ പോയിന്റിൽ തന്നെ റാങ്ക് താഴത്തോട്ട് ശരിക്കും പോകാറുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ നല്ലൊരു ലെവലിലുണ്ട് ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതാണ് സെൽഫ് സ്റ്റഡിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടും. നമ്മളെല്ലാം പഠിക്കും, പക്ഷെ പ്രാക്ടീസ് ഇല്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒന്നും നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ പതറിപ്പോകും. അപ്പോൾ മാക്സിമം ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അത് ചെയ്ത് തെറ്റി ലാസ്റ്റ് ശരിയാകും എന്നുള്ളൊരു ഇതിലോട്ട് വരിക എന്നതാണ് നമ്മളുടെ ഒരു ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. ഞാനത് പറയുമ്പോൾ കുറച്ച് കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ ഇപ്പം HST ആണെങ്കിൽ HSC ആണെങ്കിൽ LPUP ആണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ബാക്കിയുള്ള സർക്കാർ സർവീസിലൊക്കെ കയറിയവരുടെ ഒക്കെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ ആദ്യ റാങ്കിൽ വന്ന എല്ലാ വിദ്യാർത്ഥികളും പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ: ഞങ്ങൾ ഇത്രയും എക്സാംസ് എടുത്ത് പരിശീലിച്ചിട്ടുണ്ടായിരുന്ന പറയുന്നത്. അതായത് അവര് റിവിഷൻ പോലും, അവരുടെ റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിക്കൊണ്ടാണ്. അവർ സിലബസ് ഒരു ഏകദേശം ഒരു 90%, സിലബസ് 100% കവർ ചെയ്യാറുണ്ടായിരുന്നില്ല. സിലബസ് ഒരു 90% അടുത്ത് അവർ കവർ ചെയ്യുകയും കുറച്ച് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മാക്സിമം മാതൃകാ പരീക്ഷകളും മുൻവർഷ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. കാരണം അതിൽ എഴുതി തഴമ്പിച്ചാ വരേണ്ടത്. അല്ല നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പരീക്ഷകൾ പോലും എഴുതാതെ ഒറ്റ സുപ്രഭാതത്തിൽ മെയിൻ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദ്യം കാണുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എല്ലാം അറിയായിരിക്കും, എല്ലാം ശരിയാവും. അതാണ് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. അത് നമുക്ക് മാർക്ക് തെറ്റിക്കുകയും ചെയ്യും, നമ്മൾ ശരിക്കും നെഗറ്റീവ് വരുത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം മനസ്സിലാക്കാനും ഇത്രത്തോളം കട്ട് ഓഫ് വരുമെന്ന് മനസ്സിലാക്കാനും, നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അടിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം അറ്റൻഡ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നമ്മുടെ വാച്ച് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ബെല്ലടി കേട്ടിട്ടാണ് നമ്മൾ അവിടെ ടൈം മാനേജ്മെന്റ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ പരിശീലിക്കണമെങ്കിൽ നിങ്ങൾ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ മാക്സിമം പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ്. അത്തരത്തിൽ പരീക്ഷകളും നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാതൃകാ പരീക്ഷകളായിക്കോട്ടെ, മുൻവർഷ ചോദ്യങ്ങളായിക്കോട്ടെ, അതെല്ലാം എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് HSC ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ഫോർമാറ്റ്, ആ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നന്നായിട്ട് മുമ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുകൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ രഞ്ജിത്ത് ആർ കെ തടവ സാറിൻ്റെയും ടീച്ചറിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് കോഴ്സ് പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ അതിലൂടെ ദൂരീകരിച്ച് പോകുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഇവാലുവേഷൻ കാർഡുണ്ട്. അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മികച്ച പഠന രീതി മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ടീച്ചറെ, അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു സമയം നമുക്ക് വേണ്ടിയിട്ട് നന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടീച്ചറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ടീച്ചേഴ്സാണ് നിങ്ങൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത റാങ്കിൽ എല്ലാവരും എന്തായാലും കാണാം. എല്ലാവരെയും നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ സ്വപ്നം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു കോഴ്സ് എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ എൻട്രിയുടെ നമ്മുടെ എക്സ്പേർട്ടുകൾ നിങ്ങളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ മറക്കണ്ട, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ അപ്ഡേറ്റുകൾക്കായി. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.